Hello friends, welcome to PPRIDE Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് സെമിസ്റ്റർ ബിഫാം ബയോകെമിസ്ട്രിയിലെ ടോപ്പിക്കാണ് ഫ്രം ദ യൂണിറ്റ് അമിനോ ആസിഡ് മെറ്റാബോളിസം. ഇതിൻ്റെ പേരാണ് കാറ്റബോളിസം ഓഫ് ഹീം. ഓക്കെ, സോ നമുക്ക് RBC എന്തെന്ന് അറിയാം. RBC ഓർ റെഡ് ബ്ലഡ് സെൽസ്, ഓൾസോ നോൺ ആസ് എറിത്രോസൈറ്റ്സ്. അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്, ഇറ്റ്സ് 120 days അല്ലേ. ആഫ്റ്റർ 120 days വാട്ട് വിൽ ഹാപ്പൻ? ഈ ഒരു RBC ലൈസിസ് നടക്കും. ലൈസിസ് നടന്നിട്ട് അതിനെ പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഡിഫറെൻറ്റ് തിങ്സ്, റൈറ്റ്? അതാണ് കാറ്റബോളിസം ഓഫ് ഹീമിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന RBCനെ ലൈസിസ് ചെയ്ത് കളയുന്നത് ആരാണ്? ലൈസിസ് ചെയ്ത് കളയാൻ സഹായിക്കുന്ന ആൾക്കാരുടെ പേര് മാക്രോഫേജസ് ആണ്. ഈ മാക്രോഫേജസ് ആർ പ്രസൻറ്റ് ഇൻ ദ റെറ്റിക്കുലോസൈറ്റ് സെൽസ് ഓഫ് ലിവർ, സ്പ്ലീൻ, ബോൺ മാരോ ഓർ ദി സ്കിൻ. അപ്പോൾ ഇവിടെയുള്ള മാക്രോഫേജസ് എന്താ ചെയ്യുക? RBCനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ ദിസ് ഈസ് RBC. ഓക്കെ, റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന RBC. ഇതിനെന്താ ചെയ്യുക? അതിന് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് അല്ലേ. മെയിനായിട്ട് ദർ ഈസ് ആൻ അയൺ പാർട്ട്, ദെൻ ആൽഫ ബീറ്റ ചെയിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ചെയിൻസ് ഉണ്ട്. അപ്പോൾ ഈ അയൺ പ്രസൻ്റ് ആയിട്ടുള്ളത് ഏത് ഫോമല്ല? ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് Fe2+. അപ്പം അത് ഫെറസ് ആണ് അല്ലേ. സോ ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഫെറസ് അയൺ. അപ്പം ഇത് മാത്രമാണോ ഉള്ളത്? അല്ല, ഇത് മൊത്തത്തിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് അതിന് ശേഷം നമ്മളിതിനെ ഹീം എന്ന് വിളിക്കുന്നത്. സോ ഫെറസ് ഫോമിന് ചുറ്റിനും ദർ ആർ ആക്ച്വലി മോർ തിങ്സ് അല്ലേ. കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മളത് സ്ട്രക്ചറിൽ കൂടുതലായിട്ട് മനസ്സിലാക്കും. എന്തായാലും ഹീം നമ്മളതിനെ ലൈസിസ് ചെയ്ത് കളയുമ്പോൾ നമുക്കറിയാം ഹീമോഗ്ലോബിൻ്റെ 2 പാർട്ടായിട്ട് അത് ഡിവൈഡ് ആവും. അതിലൊന്ന് ഹീമും സെക്കൻഡ് ഗ്ലോബിലാണ്. ഗ്ലോബിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ പ്രോട്ടീൻ പാർട്ട്, റൈറ്റ്? അപ്പോൾ പ്രോട്ടീനായിട്ടത് ഇതായി കഴിഞ്ഞാൽ ഫൈൻ ഇറ്റ് മൂവ്സ് ഇൻ ടു ദി അമിനോ ആസിഡ് മെറ്റാബോളിസം. അത് വേറെ പാത്വേ ആണ്. അത് അമിനോ ആസിഡിനെ അതിൽ നിന്ന് അമിനോ ആസിഡിനെ വേർതിരിച്ചിട്ട് ഇറ്റ് മേ ബി ഫർദർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് സിന്തസിസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഹീമിന് എന്ത് സംഭവിക്കണം എന്നുള്ളതാ. അതിൻ്റെ ഡിഫറെൻറ്റ് കൺവേർഷൻസ് എന്തൊക്കെയാണ്, ഫൈനലി അതിനെന്താ സംഭവിക്കണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഹീമിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഹീമിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അയൺ മാത്രമല്ല, അയൺ ഇൻ ദ ഫോം ഓഫ് ഫെറസ്. അത് മാത്രമല്ല, അതിന് ചുറ്റിനും വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പൈറോൾ റിങ്. 4 പൈറോൾ റിങ് വരും. CABCND, ഇതാണ് പൈറോൾ റിങ്സ്. ഈ 4 റിങ്സിനെയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊരു ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിഡ്ജിൻ്റെ പേരാണ് മെത്തൈൻ ബ്രിഡ്ജ്. അപ്പോൾ മെത്തൈൻ ബ്രിഡ്ജ് എന്താ ചെയ്യണേ? ഈ പൈറോൾ റിങ്, പൈറോൾ എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഹെട്രോസൈക്ലിക് റിങ് ആണ് കേട്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നൈട്രജൻ, ഒരു 5 മെമ്പേർഡ് റിങ് ആണ് കണ്ടെയ്നിങ് നൈട്രജൻ ആസ് എ ഹെട്രോ ആറ്റം. അപ്പം ഇത് 4 കാണും. അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ദർ ഇസ് എ മെത്തൈൻ ബ്രിഡ്ജ്. പിന്നെ അതിലോട്ട് ദർ ഈസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ്. ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ദർ ഇസ് എ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ്, ദെൻ ദർ ഇസ് എ പ്രൊപ്പിയോണേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ്. ഇതാണ് പ്രൊപ്പിയോണേറ്റ് ഗ്രൂപ്പ്. പിന്നെ അതേപോലെ യു വിൽ ഫൈൻഡ് എ വിനാൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത് ഓരോ പൈറോൾ റിങ്ങിനോടും ജോയിൻ ചെയ്തിട്ട് യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദീസ് ഗ്രൂപ്പ്സ്. അതിൽ ഏതൊക്കെ വരും? മെത്താൽ ഗ്രൂപ്പ് വരും, പ്രൊപ്പിയോണേറ്റ് ഗ്രൂപ്പ് വരും, ദെൻ യു വിൽ ഫൈൻഡ് വിനൈൽ റിങ്. പിന്നെ ഇതിന് ജോയിൻ ചെയ്തുകൊണ്ട് ദർ ഇസ് എ മെത്തൈൻ ബ്രിഡ്ജ്. അതും ഈ പറയുന്ന 4 റിങ്ങിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി കാറ്റബോളിസത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാക്രോഫേജസാണ് ചെയ്യണേ. അത് RBCs അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സിനെ 120 days കഴിഞ്ഞതോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഡാമേജ് ആയിട്ടുള്ള RBCസിനെ ലൈസിസ് ചെയ്ത് കളയും, റൈറ്റ്? എന്നിട്ടാണ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ദി ബിലിറുബിൻ. അപ്പോൾ 120 days കഴിഞ്ഞ RBCനെ അല്ലെങ്കിൽ വീക്ക് അല്ലെങ്കിൽ ഡാമേജ്ഡ് RBCനെ ലൈസിസ് ചെയ്തിട്ട് ഇനീഷ്യലി ഇറ്റ് കൺവേർട്ട് ഇൻറ്റു ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യും. എന്നിട്ട് എന്താ, അതിനെ 2ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യും, ഹീം പാർട്ടും ഗ്ലോബിൻ പാർട്ടും. ഞാൻ ഗ്ലോബിൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞു, മൂവ്സ് ഇൻ ടു ദി പ്രോട്ടീൻ സിന്തസിസ്, കാരണം അതൊരു പ്രോട്ടീനാണ്, റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സ്ട്രക്ചർ. ഇത് നമ്മുടെ ഹീമിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്കറിയാം ഇതിൽ ജസ്റ്റ് അയൺ മാത്രമല്ല, ദർ ആർ ഡിഫറെൻറ്റ് കമ്പോണൻസ് ടു എ ഹീം, കറക്റ്റ്? അപ്പോൾ നെക്സ്റ്റ് ഈ ഹീമിനെ ഓക്സിഡൈസ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ഹീം ഓക്സിജനേസ്. അപ്പോൾ ഹീം ഓക്സിജനേസ് എന്ത് ചെയ്യുക?
ഈ ഹീമിനെ ഓക്സിഡൈസ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ബൈ ആഡിങ് ഓക്സിജൻ ആൻഡ് NADPH to NADP ആയിട്ട് കൺവേർട്ട് ആകും. അതിനൊപ്പം തന്നെ അയണിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. Fe2+ അയണിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹീം ഓക്സിഡേഷൻ കഴിയുമ്പോൾ അത് എന്തായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും? ബിലിവേർഡിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ ഹീം എന്ന് വെച്ചാൽ, അല്ലേ? ആദ്യം തന്നെ ഇതിൽ നിന്ന് അയൺ പോവും, Fe2+ ആയിട്ട് പോവും. ദെൻ വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് ആഫ്റ്റർ ഓക്സിഡേഷൻ, അതാണ് ബിലിവേർഡിൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ബിലിവേർഡിൻ എന്താ സംഭവിക്കുക? അടുത്ത സ്റ്റെപ്പ് ഈസ് എ റിഡക്ഷൻ റിയാക്ഷൻ. സോ ബിലിവേർഡിൻ അണ്ടർഗോസ് റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ബിലിവേർഡിൻ റിഡക്ടേസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അയൺ ഉണ്ട്, റിലീസ് ചെയ്ത അയൺ, അയാളെ ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഏറ്റെടുക്കും. അത് അയൺ ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീനാണ്. അത് ആ പേരിൽ തന്നെ കിടപ്പുണ്ട്, അല്ലേ? Fe stands for iron. ട്രാൻസ്ഫെറിനിൽ Fe കിടപ്പുണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി എ പ്രോട്ടീൻ ദറ്റ് ക്യാരീസ് ദി അയൺ. ഇതിന് വേറെ ഹീം ഉണ്ടാക്കാനും മറ്റേത് യൂസ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ ബിലിവേർഡിൻ റിഡക്ടേസിൻ്റെ പ്രസൻസിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ കഴിയുമ്പോൾ എന്താ കിട്ടുക നമുക്ക്? വിൽ ഗെറ്റ് എ ബിലിറുബിൻ. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അയൺ പോയി കഴിയുമ്പോൾ വാട്ട് എവർ ഇസ് റിമൈനിങ് ആ ഒരു കമ്പോണൻസിലാണ്, ആ ഒരു പാർട്ടിലാണ് ഇനി ആ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, സോ വൺസ് ഇറ്റ് ഫോം ബിലിറുബിൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലിവർ അപ്ടേക്ക് ആണ്. അപ്ടേക്ക് ബൈ ദ ലിവർ, സ്റ്റെപ്പ് 2. അതിൽ ഈ റിലീസ് ചെയ്ത ബിലിറുബിൻ വിൽ ബൈൻഡ് വിത്ത് എ പ്രോട്ടീൻ. ആ പ്രോട്ടീൻ്റെ പേര് ആൽബുമിൻ. ആൻഡ് ദിസ് ഈസ് ദെൻ ടേക്കൺ അപ്പ് ബൈ ദ ലിവർ. എന്നിട്ട് അതെന്താ ചെയ്യുക? അത് നമ്മുടെ ഹെപ്പാറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ ലിവർ സെൽസിലെത്തും. ഓക്കെ, അപ്പോൾ ബ്ലഡിൽ ബിലിറുബിൻ വിൽ കമ്പൈൻ വിത്ത് ആൽബുമിൻ വിച്ച് ഇസ് എ പ്രോട്ടീൻ, ആൻഡ് ദിസ് പ്രോട്ടീൻ കോംപ്ലെക്സ് ഇസ് ഫൈനലി റീച്ചിങ് ദ ഹെപ്പാറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ ലിവർ സെൽസ്. ഓക്കെ, വിത്തിൻ ദ ലിവർ സെൽസിൻ്റെ അകത്ത് ഇതിനെന്താ സംഭവിക്കണേ? ലിവർ സെൽസിൻ്റെ അകത്ത് ഇറ്റ് വിൽ അണ്ടർഗോ കോൺജുഗേഷൻ റിയാക്ഷൻ. അതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺജുഗേഷൻ എന്ന് വെച്ചാൽ യോജിക്കുക. എന്തുമായിട്ടാണ് ബിലിറുബിൻ യോജിക്കാൻ പോകുന്നത്? ഗ്ലൂക്കുറോണേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ടാണ് ബിലിറുബിൻ യോജിക്കാൻ പോകുന്നത്. അപ്പോൾ 2 molecules ഓഫ് UDP ഗ്ലൂക്കുറോണേറ്റ് വരും. അതിലുള്ള ഗ്ലൂക്കുറോണേറ്റിനെ പ്രൊവൈഡ് ചെയ്യുമ്പം ബിലിറുബിൻ വിത്ത് കമ്പൈൻ വിത്ത് ഗ്ലൂക്കുറോണേറ്റ് ആൻഡ് ഇറ്റ് വിൽ ഫോം ബിലിറുബിൻ ഡൈഗ്ലൂക്കുറോണൈഡ്. അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ബിലിറുബിൻ ഗ്ലൂക്കുറോണൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുല്ലോ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺജുഗേഷൻ എന്ന് വിളിക്കുന്നത്, വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഹെപ്പാറ്റോസൈറ്റ്സ്, ലിവറിലാണ് നടക്കണേ. അപ്പോൾ വൺസ് ഇറ്റ് ഫോംസ് ദിസ് ഗ്ലൂക്കുറോണേറ്റ് കോമ്പിനേഷൻ, ദിസ് ഇസ് വാട്ടർ സോലബിൾ. അത് എന്തിനാ അത് വാട്ടർ സോലബിൾ ആക്കണമെന്ന് വെച്ചാൽ മെയിനായിട്ട് എക്സ്ക്രീഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൺസ് ബിലിറുബിൻ ഡൈഗ്ലൂക്കുറോണേറ്റ് ഇസ് ഫോംഡ്, ഇറ്റ് ബി എക്സ്ക്രീറ്റഡ് into the intestine through the bile. ബൈലിലേക്ക് പോവും, പിന്നെ it will go to the small intestine, പിന്നെ അവിടെ നിന്ന് it will be excreted. ഓക്കെ, ഇത് കൂടാതെ സംടൈംസ് ഇതിനെന്താ ചെയ്യുക? ഇതിനെ ഡീകോൺജുഗേഷൻ സംഭവിക്കും. ഡീകോൺജുഗേഷൻ എന്ന് വെച്ചാൽ എന്താ? നേരത്തെ കോൺജുഗേഷൻ പറഞ്ഞു, ഡീകോൺജുഗേഷൻ എന്ന് വെച്ചാൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബിലിറുബിൻ, അല്ലേ? അതിന് ചില ബാക്ടീരിയ ഉണ്ട് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദി ഇൻഡസ്റ്റൈൻ, ഇലിയം, കോളൻ, എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ പറയുന്ന ഡീകോൺജുഗേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രീ ആക്കിയിട്ട് ബിലിറുബിനെ വീണ്ടും റിലീസ് ചെയ്യും. അപ്പം ഫർദർ ഇറ്റ് വിൽ ഗെറ്റ് റിഡക്ഷൻ. ബിലിറുബിൻ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഫോം യൂറോബിലിനോജൻ. ഇനി യൂറോബിലിനോജന് 2 രീതിയിലാണ് പോവുക. ഇറ്റ് ക്യാൻ ഐദർ ഗെറ്റ് കൺവേർട്ടഡ് ടു യൂറോബിലിൻ ഓർ ഇറ്റ് ക്യാൻ ഗെറ്റ് കൺവേർട്ടഡ് സ്റ്റിർക്കോബിലിൻ. യൂറോബിലിൻ ആണെങ്കിൽ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റഡ് ആയി പോവും, പുറത്തേക്ക് പോവും. മറ്റേത് സ്റ്റിർക്കോബിലിൻ ആണെങ്കിൽ ദിസ് വിൽ ബി റിമൂവ് ഫ്രം ദ ബോഡി ത്രൂ ദ ഫീസസ്. ഓക്കെ, അപ്പോൾ ഹീമിനെ സംഭവിക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ദിസ് ഇസ് കമ്മിങ് ആറ്റ് ദി കാറ്റബോളിസം ഓഫ് ദി ഹീം. ഓക്കെ, സോ അത് നന്നായിട്ട് പഠിക്കുക. 5 മാർക്ക് കാറ്റഗറിയിലാണ് യൂഷ്വലി ചോദിച്ച് കാണാറ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് പി ബ്രൈറ്റ് അക്കാദമി. ടേക്ക് കെയർ.